നിന്റെ ഉപ്പയെ ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിന്റെ ഉപ്പയുടെ കൂടെ കുറച്ച് കാലം കൂടി എനിക്ക് സഹായിക്കാൻ കൂടെയുണ്ടാവാൻ ഉമ്മാക്ക് മോഹമുണ്ടായിരുന്നു. സാധിച്ചില്ലല്ലോ ഫാത്തിമ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ടായിരുന്നു. ഉമ്മയുടെ അവസാനത്തെ വാക്കുകൾ. ഇപ്പോൾ ഇതാ മണവാട്ടിയായി പുറപ്പെടുകയാണ്. വിതുമ്പിക്കരയുമ്പോൾ ഉമ്മയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ് ഉമ്മു ഐമനിനെ. ഉമ്മു ഐമനിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കാൻ ഒരു കാരണമുണ്ട്. മദീനയിൽ നിന്ന് ഉപ്പാന്റെ ഖബറിടം സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അബവാഇന്റെ മണൽക്കാട്ടിൽ വെച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ മരിച്ചു വീണപ്പോൾ 6 വയസ്സായ കുട്ടിയുടെ ഇളം കൈ പിടിച്ചുകൊണ്ട് ഉമ്മു ഐമനിനെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് ഉമ്മു ഐമനിനോട് പറഞ്ഞു, ഉമ്മു ഐമൻ, ഞാൻ മരിക്കുകയാണ്. ഉപ്പയെ കാണാൻ എൻ്റെ പൊന്നുമോന് സാധിച്ചിട്ടില്ല. ഉപ്പ എന്നൊന്ന് വിളിക്കാനോ ഉപ്പാന്റെ പൂമുഖം ഒന്ന് കാണാനോ എൻ്റെ കുഞ്ഞിന് സാധിച്ചിട്ടില്ല. 6 വയസ്സായപ്പോൾ ഉമ്മ എന്ന് വിളിക്കാനുള്ള അവസരം അവസാനിപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ എൻ്റെ കുട്ടിയെ പൂർണ്ണനായും അനാഥനാക്കി ഞാൻ ഇവിടെ ചൊല്ലുകയാണ് ഉമ്മു ഐമൻ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ കുട്ടിയെ നീ ഉമ്മയുടെ വാത്സല്യം നൽകി, ഒരു ഉമ്മാന്റെ സ്നേഹം നൽകി, നീ എന്നും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുണ്ടാവണേ എന്ന് പറഞ്ഞ് ഉമ്മു ഐമനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അത് പൂർണ്ണമായും ഉമ്മു ഐമൻ അംഗീകരിച്ചിരുന്നു. സ്വന്തം ഒരു മകനെ പോലെ വളർത്തിയുണ്ടാക്കി.